ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. ഐ എം വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനസ് പ്രൊമോട്ടർ. നെക്സ്റ്റ്, പോസ്റ്റ് പ്രാൻഡിയൽ വാക്ക്. വാട്ട് ഇസ് പോസ്റ്റ് പ്രാൻഡിയൽ വാക്ക്? പോസ്റ്റ് എന്ന് വെച്ചാൽ ആഫ്റ്റർ. പ്രാൻഡിയൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം. ഒരു 10 തൊട്ട് 20 മിനിറ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നടക്കുന്നത് വളരെ എഫക്റ്റീവാണ്. എന്തുകൊണ്ടിട്ട്? ഭക്ഷണം കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മസിൽസ് പതുക്കെ അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഷുഗർ യൂസ് ചെയ്യുന്നു എനർജിക്ക് വേണ്ടിയിട്ട്. ഷുഗർ സ്പൈക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. നമ്മുടെ എനർജിയും ഒരു സ്റ്റഡി ആയിട്ട് വെക്കുന്നു. ഡയബറ്റിസ് പേഷ്യൻറ്റ് ഇത് വളരെ നല്ലതാണ്. വെയിറ്റ് കൺട്രോളിന് നല്ലതാണ്. ഡൈജഷന് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, പഴയ കഥ ഓർക്കുക. ഡെലിവറി ബോയ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഭക്ഷണം കഴിഞ്ഞ ഉടനെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഫുൾ ലോഡ് ഓഫ് ഗ്ലൂക്കോസ് ആയിട്ട് ട്രക്ക് എൻട്രി ചെയ്യണം. നമ്മൾ വീടിൻ്റെ മുമ്പിൽ സാധനങ്ങൾ വന്ന് അല്ലെങ്കിൽ സെൽസിൻ്റെ മുമ്പിൽ വേണ്ട ഗ്ലൂക്കോസ് എത്തിയാലും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ആരും പുറത്തേക്ക് വന്ന് ആ ഗ്ലൂക്കോസിനെ അകത്തേക്ക് എടുക്കാനായിട്ട് ഇറങ്ങി വരുന്നില്ല. ഈ ട്രക്ക് പുറത്ത് തന്നെ പാർക്ക് ചെയ്ത് കിടക്കണം. അവിടെ ഒരു ട്രാഫിക് ഉണ്ടാക്കണം. നമ്മൾ നേരെ മറിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നടക്കുകയാണെങ്കിൽ മസിലിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ആൾ വേണ്ട ഗ്ലൂക്കോസ് എടുത്തുകൊണ്ട് വേണം എനർജിക്ക് വേണ്ടിയിട്ട്. റോഡ് ക്ലിയറായി, ഒരു ട്രാഫിക് ജാമും ഇല്ല, ഷുഗർ വേഗം എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നടക്കുന്നത് അത്യാവശ്യമാണ്. 30 മിനിറ്റ്സിനുള്ളിൽ എന്തായാലും നടത്തം തീർന്നിരിക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ മസിൽ കോൺട്രാക്ട് വൈൽ വാക്കിംഗ്, അത് ഡയറക്റ്റ്ലി ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് എടുക്കാൻ എനർജിക്ക് വേണ്ടി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻസുലിൻ. എന്താ അത് ഉദ്ദേശിക്കുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നോർമൽ കേസിൽ എന്താ സംഭവിക്കുന്നത്? പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഒരു താക്കോലായിട്ട് ഓരോ സെൽസിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് ഈ ഷുഗറിനകത്ത് കയറാനായിട്ട്. പക്ഷേ പോസ്റ്റ് പ്രാൻഡിയൽ വാക്ക് നടക്കുമ്പോൾ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. GLUT4 എന്ന് പറയും, GLUT4. അത് സെല്ലിൻ്റെ സർഫസിലേക്ക് വേഗം പോയിട്ട് ഈ ഗ്ലൂക്കോസിനെ അങ്ങോട്ട് വലിച്ചെടുക്കും. ഇൻസുലിൻ്റെ ഹെൽപ്പ് എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് ഈ ഷുഗറിനെ ബ്ലഡിലേക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇൻസുലിൻ ലോ ഉള്ള കണ്ടീഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മുടെ മസിൽ സ്റ്റിൽ ടേക്ക് ദ ഗ്ലൂക്കോസ് വെരി എഫിഷ്യൻ്റ്ലി. അപ്പോൾ പോസ്റ്റ് പ്രാൻഡിയൽ വാക്ക് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണേ? ഇറ്റ് ഹെൽപ്സ് ടു ലോവർ ദ ഷുഗർ ലെവൽ ആഫ്റ്റർ ദ മീൽ. പാൻക്രിയാസിലേക്കുള്ള ലോഡ് കുറയ്ക്കണം. ഇൻസുലിൻ്റെ കൂടുതൽ പ്രൊഡക്ഷനുള്ള ലോഡ് കുറയ്ക്കണം. ഇംപ്രൂവ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഓവർ ടൈം. സോ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരു അരമണിക്കൂർ നടക്കാനുള്ളൊരു ശീലം വീടിനകത്ത് തന്നെ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ഭക്ഷണം കഴിച്ച് ഭയങ്കര ഹെവി ആയിട്ടുള്ള നടത്തമല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് തന്നെയാണ് 20 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ശീലം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് നമ്മുടെ ബോഡിയെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണതാണ്. If you find this interesting, just give a thumbs up. Find it informative, just share with your friends. Stay tuned for my next video. Thank you. Bye-bye.